രക്തം നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ ബന്ധുക്കളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമായി വരുന്ന രക്തം ഹോസ്പിറ്റൽ അധികൃതർ നമുക്ക് ഒപ്പിച്ചു തരാറുണ്ട്. ഇതെല്ലാം ഇവർക്ക് എവിടുന്ന് ലഭിക്കുന്നു? പറഞ്ഞുതരാം. ഇറ്റ്സ് മീ ഡോക്ടർ റാഷിദ്. മനുഷ്യരക്തം നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കമ്പനി മനുഷ്യ ശരീരം തന്നെയാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് രക്തദാനം. നമുക്കും ഇതിൽ പങ്കാളികളാവാം. ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാൻ സാധിക്കും? 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ, 45 കിലോക്ക് മുകളിൽ ഭാരമുള്ളവർ, HP നോർമലായിട്ടുള്ളവർ, അവസാനമായി രക്തം ദാനം ചെയ്തിട്ട് 3-4 മാസമെങ്കിലും കഴിഞ്ഞിട്ടുള്ളവർ, ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള പ്രത്യേകതരം മരുന്നുകൾ കഴിക്കാത്തവർ, അവസാന രാത്രികളിൽ നല്ല രീതിക്ക് ഉറങ്ങിയവർ, ഇവർക്കെല്ലാം രക്തം ദാനം ചെയ്യാൻ സാധിക്കും. ഇനി രക്തം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരും, അല്ലെങ്കിൽ തല ചുറ്റി വീഴും എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് പറയാം. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട പ്ലാസ്മ റീറ്റെയിൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ 2 മാസം കൊണ്ട് ഹെൽത്തി ആയുള്ള ശരീരത്തിൽ ആ രക്തം അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് സംഭവിക്കില്ല. ഇനി ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുതരാം. പനിയോ ജലദോഷമോ ഇൻഫെക്ഷൻസോ ഉള്ളവർ, ഗർഭിണികളായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ അടുത്ത് പ്രസവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ളവർ, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവർ, സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് ഉള്ളവർ, ഇവർക്കെല്ലാമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉള്ളത്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുള്ളി രക്തവും ആക്സിഡൻ്റ് ആയിട്ടും ക്യാൻസർ പേഷ്യൻസ് ആയിട്ടും ഡെലിവറി ആവശ്യത്തിനായിട്ടും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പല ജീവനുകൾക്കും ഒരു പുതുജീവൻ നൽകും. നിങ്ങൾക്കും ഇതേപോലെ രക്തം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഡൊണേറ്റ് എന്നിട്ട് കഴിഞ്ഞാൽ DM ആയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. രക്തദാനം മഹാദാനം.